മടിയൊന്നുമില്ല. ഞാൻ വിചാരിക്കാം, ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ വെന്നീസിൽ കഴിഞ്ഞ തവണ പോയ ടൂറിനെ കുറിച്ച് അവിടെ ഒരു ഏതാണ്ട് 40 പേരുണ്ടായിരുന്നു. 30 പേരോളം 35 പേരോളം സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. അതിൽ രണ്ട് ഫാമിലി കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ പറയാണ്, ഇവരെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവം ആകെ മാറിപ്പോയത്. അതായത് നമ്മളോട് പറയും രാവിലെ 7:30 എത്തണം, നമ്മളെല്ലാവരും 7 തന്നെ എത്തും. ഈ പിള്ളേർ 9 മണിക്ക് എഴുന്നേക്കാത്ത പിള്ളേര് 8 മണിക്ക് എഴുന്നേറ്റു. അപ്പൊ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര അനുഭവമായി, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു. അപ്പൊ യങ്സ്റ്റേഴ്സിന് വലിയൊരു പാഠമാണ്. നമ്മൾ എന്തുമാത്രം ഈ പഴയ തലമുറ പുതിയ തലമുറ എന്ന് പറഞ്ഞാലും പുതിയ തലമുറ പറയുന്ന എല്ലാം ശരി എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ല എന്റെ വ്യക്തിപരമായ പേരില്. അപ്പോൾ നിങ്ങളോടൊരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സ് മുമ്പോട്ട് വരുന്നില്ല എന്റെ ചോദ്യം അതാണ്. നമ്മൾ ഏതും ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. ഞാനാണെങ്കിൽ എന്ത് അവസരം കിട്ടിയാലും വിട്ടില്ല. 2 ലക്ഷം പറയാൻ പറ്റും കഴിഞ്ഞാൽ പറഞ്ഞിരിക്കും. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒരു കഥ പറയാം. തമാശ കഥയാണ്. അതില് കഥാപാത്രങ്ങള് ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ ജീവിച്ചവരുമായിട്ടോ ഇനി ജീവിക്കാനിരിക്കുന്നവരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യം തോന്നിക്കഴിഞ്ഞാൽ അത് യാദൃശ്യം മാത്രം എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു. വക്കീലെ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുത്തിരിക്കുകയാണ്. ഇത് കഥ എന്റെ അല്ല, വേറൊരാളുടെ കഥയാണ്. ഞാൻ കുറച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാം. കഥയിലെ നായകന്റെ പേര് ജാക്ക് എന്നാണ്, നായികയുടെ പേര് റോസ് എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടൈറ്റാനിക്കിലെ ജാക്കും റോസും ആണത്. അങ്ങനെയല്ല. ഇത് ഒരു 90 കാലഘട്ടത്തിൽ നടന്ന കഥയാണ്. 2 പേരും മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു, ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. മഹാരാജാസിൽ പഠിച്ചിട്ടുള്ള അവർക്കറിയാം മഹാരാജാസിന്റെ ആ കലാലയ അന്തരീക്ഷമൊക്കെ കേൾക്കുന്നില്ലേ. അപ്പൊ അവിടെ മരങ്ങളും കോമ്പൗണ്ടും മരം ചുറ്റി പ്രേമങ്ങളെല്ലാം നടക്കുന്ന കാലമാണ്. അപ്പൊ നമ്മുടെ ജാക്കും ഈ റോസും അവരും അടുപ്പമായി, സ്നേഹമായി, അത് കുറച്ച് സ്നേഹം കൂടുതലായി, പ്രേമമായി, അനുരാഗമായി. ഇതെന്നെ എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറ് പറഞ്ഞതാണ്. ഇങ്ങനെ സ്നേഹമായി പ്രണയം എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങും. അപ്പൊ അവർ പ്രണയബദ്ധരായി. അവരുടെ വീട്ടുകാർക്ക് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചു. വിവാഹമെല്ലാം ഉറപ്പിച്ചു. ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ആ വിവാഹത്തിന്റെ ഡേറ്റ് മുമ്പ് അവര് ഒരു ബൈക്ക് യാത്ര പോകാമെന്ന് വിചാരിച്ചു.